വേണ്ട വേണ്ട, സ്റ്റേഷനിൽ ഇരുത്തിയാൽ മതി. അവൾക്കറിയാമായിരിക്കും സിദ്ധാർത്ഥൻ എവിടെ ഉണ്ടെന്ന്. ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ മതി, അവൾ പറഞ്ഞോളും. ഓക്കെ, ശരി ശരി. ആരെ ചോദ്യം ചെയ്യുന്ന കാര്യമായിട്ടാ പറഞ്ഞത്? ഇത്രയും തലവേദന പിടിച്ചിട്ടില്ല മോളെയായിട്ട്. നമ്മുടെ വേണുഗോപനെ ആക്രമിച്ച പ്രതിയെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോ അവന്റെ പെങ്ങളെ അറസ്റ്റ് ചെയ്തു. അവൾക്കറിയാതിരിക്കില്ല അവനോടുണ്ടാവുന്നു. പെങ്ങളെയൊക്കെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പോലീസുകാർ വിചാരിച്ച കുറ്റം ആരോപിക്കാനാണോ പാട്? അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. അത്രയ്ക്ക് നാണക്കേടായി എനിക്ക് ഈ കേസ്. Wait patiently for the right moment to act. Do not let the next opportunity slip by you. Take pride in your scars. Wait patiently for the right moment to act. അണ്ടർലൈൻ ചെയ്ത വരികൾ ശ്രദ്ധിക്കായിരുന്നു ഞാൻ. നന്നായിട്ടുണ്ട്. നമുക്കായിട്ടൊരു സമയം വരും പ്രതികരിക്കാനും പ്രവർത്തിക്കാനും, അല്ലേ? ബട്ട് പ്രതികരിക്കാനല്ല, പ്രവർത്തിക്കാനുള്ള സമയം ഇപ്പോ. എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തണം. എന്റെ കാര്യത്തെ കുറിച്ചാണോ? അല്ല, അംബികയുടെ കാര്യത്തിലാണ്. ഷീസ് ഇൻ പോലീസ് കസ്റ്റഡി. എന്താ? സിദ്ധാർത്ഥൻ എവിടെയാണെന്ന് അറിയാൻ അംബികയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷമിക്കാനൊന്നുമില്ല. അവളുടെ പേരില് കേസൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, പക്ഷെ പോലീസുകാരാ. അവരുടെ ചോദ്യങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. പിടിച്ചു നിൽക്കാൻ കഴിയില്ല അംബികയ്ക്ക്. എന്താ ചെയ്യാ? മനസ്സാ, ഞാൻ പോയി സറണ്ടർ ആയാലോ? കീഴടങ്ങാനായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല. നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. സിദ്ധാർത്ഥൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മെന്റൽ പവറും ധൈര്യമുള്ള പെണ്ണ അംബിക. നമുക്ക് നോക്കാം. താങ്ക് യു സർ. പറഞ്ഞെന്താ? ഇന്നലെ സിദ്ധാർത്ഥന്റെ പെങ്ങളെ കസ്റ്റഡിയിലെടുത്തു സർ. ആ സിയെ വിളിച്ച് പറഞ്ഞിരുന്നു സാർ. അങ്ങോട്ട് നോ, അവരുടെ ക്വസ്റ്റ്യൻ കഴിയട്ടെ. നിന്റെ കെട്ടിയോൻ എന്തിയടി? അമേരിക്കയില. വരാറില്ലേ? അറിയില്ല. അതെന്താ അറിയാത്തത്? അയാൾ എന്നെ ഉപേക്ഷിച്ചു പോയി. നിന്റെ സ്വഭാവ ഗുണം അല്ലടി? അല്ല, അയാളുടെ സ്വഭാവ ദൂഷ്യം. നീ നല്ല മണിമണി പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. പോലീസുകാരോട് ബഹുമാനം കുറവാ നിനക്കല്ലേ? അല്ല, അർഹിക്കുന്ന ബഹുമാനം ഞാൻ എല്ലാവർക്കും കൊടുക്കും. നിന്റെ ചേട്ടനാണോ സിദ്ധാർത്ഥൻ? അതെ. അവനിപ്പോ എവിടെയുണ്ട്? അറിയില്ല. എന്റെ കൈ ചീത്തയാ. എടുത്തിട്ട് പെരുമാറിയാ നീ ഇന്നേക്ക് 90-ാം ദിവസം ചാവും. അതുകൊണ്ട് പറ, എവിടെയുണ്ട് സിദ്ധാർത്ഥൻ? എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് അറിയില്ലല്ലേടി?
പച്ചവെള്ളം കൊടുത്തു പോകരുത്. ശരി. വെറുതെ തല്ലുകൊള്ളാതെ അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞേരെ മോളെ. കലി കയറി അവര് തല്ലിക്കൊല്ലും. എനിക്കറിയില്ല. എന്താ സിദ്ധാർത്ഥ, എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്താ മനസ്സെ പറയേണ്ടത്? എനിക്ക് പകരം എന്റെ അനിയത്തിയെ ടോർച്ചർ ചെയ്യാന്ന് വെച്ചാ ഞാൻ അവളുടെ ഏട്ടനാ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മാനസ ഇവിടെ സംഭവിക്കുന്നത്? നീ ആ വാതിലൊന്ന് അടയ്ക്ക്. എന്താ മാനസ നിന്റെ ഉദ്ദേശം? ഇയാളെയും ഇയാളുടെ പെങ്ങളെയും ഒക്കെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാന്ന് വാക്കുകൊടുത്തിരിക്കുകയാണോ നീ? പിന്നെ ഞാനെന്താ ഉപേക്ഷിച്ചു കളയണോ? പിന്നല്ലാതെ എത്രയും പെട്ടെന്ന് ഈ ബാധ്യത ഒഴിവാക്കണം. അതെ, ഞാനൊരു ബാധ്യതയായിട്ട് കെട്ടിക്കിടക്കുന്നല്ലേ ഇവിടെ. നാളെ കഴിമരത്തിൽ കയറേണ്ടി വന്നാലും മുഖം കുടിച്ച് പോവില്ല. നെഞ്ചു വിരിച്ച് തന്നെ പോകും. ഓ, ഇയാളാരാ? ഭഗത് സിംഗോ? നെഞ്ചു വിരിച്ച് ഇൻകുലാബ് വിളിച്ച് തൂക്കിലിടാൻ? മൈനെ, നീ ചുമ്മാ ബഹളം വെക്കല്ലേ. എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെന്താ ഇങ്ങനെ? എടി പെണ്ണെ, ഇതിന്റെ കോൺസിക്വൻസസ് നീ ഫേസ് ചെയ്യോ? ഏട്ടൻ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താ? അതൊക്കെ ശരിയാ. തൽക്കാലം ഞാൻ ഇയാളെ രക്ഷിക്കും. എനിക്ക് സിദ്ധാർത്ഥന്റെ അനിയത്തിയും രക്ഷിച്ചേ പറ്റൂ. നീ എന്റെ കൂടെ നിൽക്കണം. നിന്നെ പറ്റൂ. നീ ആ മായ ഗോപിനാഥനെ വിളിക്ക്. എന്താ? എടി മായയെ വിളിക്കാൻ. അവള് ചെന്ന് ജാമ്യത്തിലിറക്കും. അപ്പോ എല്ലാ കാര്യങ്ങളും അവൾ അറിയില്ലേ? പറയണം, അല്ലാതെ എന്ത് ചെയ്യും? നീ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ സാധനം പുലിവാല. അതെ, എനിക്കൊരു പേരുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. മെണ്ടി പോരുത്. ഐഡന്റിറ്റി ഉണ്ടായിട്ടാണോ ഒരു പെണ്ണിന്റെ മുറിയിൽ ഒളിച്ചിരിക്കുന്നത്? മാനസേ, ഇയാൾ എന്തായാലും നിനക്കൊരു ബാധ്യതയാവും. ഒരു വക്കീൽ കൂടെയുള്ളത് നല്ലതാ. നീ ആ മായയെ വിളിക്കാൻ. വിളിക്കണ്ട, ഞാൻ നേരിട്ട് പോയി കാണാം. സർ. എന്തായി? എനി ഇൻഫർമേഷൻസ്? നോ സർ, ഇവളൊന്നും പറയുന്നില്ല. അറിയാമെങ്കിൽ പറ, എവിടെയാ സിദ്ധാർത്ഥൻ? എനിക്കറിയില്ല. എത്ര ചോദിച്ചാലും അറിയാത്തത് ഞാൻ എങ്ങനെ പറയും? വേണ്ട, ചിലപ്പോ അറിയില്ലായിരിക്കും. ഇങ്ങനെ തല്ലിയിട്ട് വല്ലതും സംഭവിച്ചു പോയാ സ്വൈര്യം കിട്ടില്ല. ഈ പെണ്ണുങ്ങാനും മനുഷ്യാവകാശ കമ്മീഷനിലോ വനിതാ കമ്മീഷനിലോ പോയി പരാതിപ്പെട്ട തൊപ്പി തെറിക്കും. മനസ്സിലായോ? സർ. മായേ, ഏത് വിധേനെ എനിക്ക് അംബികയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. അതിനെന്ത് റിസ്ക് വേണമെങ്കിലും ഞാൻ എടുക്കാം. അതെ, ഒരു കാര്യം ചെയ്യേ. സ്റ്റേഷനിൽ നീ ചെന്ന് CIക്ക് 2 കൊടുത്തിട്ട് അംബികയെ വിളിച്ചിറക്കിങ്ങ് പോരെ. ദേ മായേ, വലിയ വക്കീലാണെന്ന് കരുതി വായി വരുന്നത് എന്തും പറയരുത്. ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ഒരു ക്രിമിനലിനെ പോലീസ് സൂപ്രണ്ടിന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് അവന്റെ പെങ്ങളെ കസ്റ്റഡിയിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിക്കുന്ന നിന്നോട് ഞാൻ പിന്നെ എന്താ പറയണ്ടേ? മായേ, നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഇത് അപകടം പിടിച്ച കളിയാ മനസ്സേ. കണ്ട ക്രിമിനൽസിനൊന്നും വേണ്ടി സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ ഞാനില്ല. എന്റെ പ്രൊഫഷനെ ബാധിക്കും അത്. പിന്നെ കള്ളം കാണിക്കാത്ത സത്യസന്ധർക്ക് വേണ്ടി മാത്രമല്ലേ നീ വാദിക്കുന്നത്? ഇപ്പൊ നീ എന്നെ സഹായിച്ചേ പറ്റൂ. മനസ്സേ, ഇത് നിനക്ക് ദോഷം ചെയ്യും. അത് സാരമില്ല. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റോ? അത് പറ. ആ CI ഒരു തലതെറിച്ച പെണ്ണുപിള്ളേ. പോരാത്തിന് നിന്റെ ചേട്ടന്റെ സപ്പോർട്ടും. ശരി, നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കാം. ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കൂ പ്ലീസ്. ഞാനൊരു കാര്യം ചെയ്യാം.
ഇന്ന് പോയിട്ട് അടുത്ത ആഴ്ച വരാം. അപ്പോഴേക്കും നീ ഒരു തീരുമാനം പറഞ്ഞാ മതി. തീരുമാനം പറയാനൊന്നുമില്ല. ആകാശം ഇടിഞ്ഞ് തലയിലേക്ക് വീണെന്ന് പറഞ്ഞാലും അർജുനേട്ടനെ ഞാൻ കെട്ടാൻ പോകുന്നില്ല. അത് പറയാൻ വേണ്ടി അമ്മ ഇങ്ങോട്ട് വരുവും വേണ്ട. നിന്നെ കെട്ടാൻ പിന്നെ ആരാടി വരുന്നേ? മൈസറായിട്ട് വരുവോ? ആരും വന്നില്ലെങ്കിലും വേണ്ട. അർജുനേട്ടനെ പോലൊരു തെമ്മാടി എനിക്ക് വേണ്ട. അവൻ എന്താടി ഒരു കുഴപ്പം? ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നില്ലേ? ഗുണ്ടായുസം കാണിച്ചുണ്ടാക്കുന്ന കാശല്ലേ? ആർക്ക് വേണോ അത്? അമ്മായി അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ടുള്ള വക്കാലത്ത് പറച്ചിലുണ്ടല്ലോ, നിർത്തിക്കോ. മേലിൽ എന്നോട് ഈ കാര്യം പറയരുത്. നിന്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ട് അല്ലേടി? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്താ എന്താ ഇവിടെ? ഇവര് ചുമ്മാ അതും ഇതും പറയോ എടുത്തി. പ്രായത്തെ മാനിച്ചാ ഞാനൊന്നും പറയാത്തെ. നീ നോക്കിക്കോടി, നിന്നെ എല്ലാരും ഉപേക്ഷിക്കുന്ന ഒരു സമയം വരും. അന്ന് ഞാനേ നിനക്ക് കാണത്തുള്ളൂ. വാ ഗൗരി മോളെ, പോവാ. എങ്ങോട്ട്? നീ പോണ വഴിക്ക് എന്നെ ഇറക്കി വിട്ടേച്ചാ മതി. വേറെന്തോ കോളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ പോവില്ലല്ലോ. ഞാൻ പോയാലും അടുത്ത ആഴ്ച ഇനി വരൂല്ലേ? അത് ഓർക്കുമ്പോഴോ? എന്താ? അല്ല, ഓരോരോ സന്തോഷം വന്ന് കയറുന്നത് ആലോചിച്ചതാ. ഉദ്ദേശം എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ മുറി കയറിയിരിക്കുന്നത്? ആ വന്ന അമ്മായിയെ മൈനക്ക് ഇഷ്ടമല്ല അല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? അല്ല, അവരോടുള്ള ദേഷ്യമാണല്ലോ ഇപ്പൊ എന്റെ അടുത്ത് തീർക്കുന്നത്. അവരോടല്ല, എനിക്ക് നിങ്ങളോട് തന്നെയാ ദേഷ്യം. മാനസ് വെറുതെ ഒരു റിസ്ക് എടുത്ത് തലി വെക്കുന്നതാ. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല. ഞാൻ ഏട്ടനോട് പറയും. പോലീസ് അറിഞ്ഞാ നിങ്ങൾക്കല്ലേ നാണക്കേട്? SP യുടെ വീട്ടിലൊരു പ്രതി ഒളിച്ചു താമസിച്ചു എന്ന് വാർത്ത പരക്കില്ലേ? ഇയാൾ ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കൂ. അതാ എനിക്ക് അറിയേണ്ടത്. ഞാനായിട്ട് ഒരു ശല്യത്തിനും വരില്ല. ഇതല്ലേ ഏറ്റവും വലിയ ശല്യം. നിങ്ങൾ ഇവിടുന്ന് പോണം. പോകാം. മാനസ വരട്ടെ. എന്റെ അനിയത്തിയുടെ അവസ്ഥ എന്താണെന്ന് അറിയട്ടെ. ഇത് സിദ്ധാർത്ഥന്റെ വീടല്ലേ? അതെ, ഞാൻ അവന്റെ അമ്മയാണ്. ഞാൻ അഡ്വക്കേറ്റ് മായ വിശ്വനാഥ്. മാനസ പറഞ്ഞിട്ട് വന്നതാ. ബാ, അകത്തിരുന്ന് സംസാരിക്കാം. ഈ സിദ്ധാർത്ഥൻ മുമ്പ് ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? ഇല്ല മോളെ, ഇതല്ലാതെ ജീവിതത്തിൽ ഒരു കേസും അവൻ ഉണ്ടാക്കിയിട്ടില്ല. ആരും അവനൊട്ട് ഉപദ്രവിച്ചിട്ടുമില്ല. ഡീറ്റെയിൽസും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എനിക്കറിയാം. സോ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് വൺ തിങ്, ഇതൊരു സാധാരണ കേസല്ല. കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് SP ഹരിശങ്കറിന്റെ വരാൻ പോകുന്ന ബ്രദറിൻലോയാ. സോ ഷുഡ് ബി കെയർഫുൾ. ഈ വേണുഗോപൻ എന്റെ മോളുടെ അതൊക്കെ എനിക്കറിയാം. അറിയേണ്ടത് ഈ ഒരു അറ്റംപ്റ്റിൽ അംബികയ്ക്ക് നേരിട്ടോ അല്ലാതെയോ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോന്നാണ്. ഇല്ല മോളെ, ഈ വീടിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകം അവൾക്കില്ല. ഒരു കേസ് ചാർജ് ചെയ്യപ്പെടുന്നത്, ഒരാളെ പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ പോലീസ് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു കാരണം വേണം. അല്ലെങ്കിൽ പോലീസ് ഒരു കാരണം ഉണ്ടാക്കണം. അതിനവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കൊമേഴ്ഷ്യൽ സെക്സ് വർക്കുമായി ബന്ധപ്പെട്ട വകുപ്പ് വരെ ചുമത്തും. ഇനി എന്ത് ചെയ്യും മോളെ? സാധാരണക്കാർക്കെതിരെയാ ഇത്തരം ഫേക്ക് കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നത്. നൗ നമുക്ക് ചെയ്യാനുള്ളത് ഇത് സാധാരണക്കാരല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാന്നുള്ളതാ. അമ്മ എന്റെ കൂടെ വരണം. നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എടാ ചെറുക്ക അർജുന,
ഞാൻ പഠിച്ച പണി 18 നോക്കി. ഒരു രക്ഷയില്ല. അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ആ, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അവളെ അങ്ങ് മറക്കുക. അവളുടെ പാട്ടിന് പോട്ടെ. നമുക്ക് അതില് നല്ല പെണ്ണിനെ കണ്ടുപിടിക്കാം. എന്റെ വായിന്ന് വല്ലതും കേൾക്കും. വായി തോന്നിയത് പറഞ്ഞതാണെങ്കിലും ഇവര് പറഞ്ഞാലും കാര്യമുണ്ട്. അവക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട. അത് പറ്റില്ല ചേച്ചി. ഇഷ്ടപ്പെട്ടു പോയി ഞാൻ. ആ ഇഷ്ടം ഒരിക്കലും മാറില്ല. താലി കെട്ടുന്നെങ്കിൽ അത് മൈനയായിരിക്കും. പട്ടി ചന്തയ്ക്ക് പോയി വന്നതുപോലെ പോയി വന്നില്ല തള്ളേ നിങ്ങള്. ഞാൻ എന്ത് ചെയ്യാനാ? അവള് വരില്ല എന്ന് മാത്രമല്ല, ഹരിശങ്കരൻ അവളെ വിടുകയില്ല. അവര് തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരെ പറഞ്ഞ് ഞാൻ ഇറക്കിക്കൊണ്ടുവരാൻ നോക്കി. നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, 18 അടവും ഞാൻ നോക്കി. എങ്കിലിനി ഒരൊറ്റ അടവേ ഉള്ളൂ. പൂഴിക്കടകൻ 19ാമത്തെ അടവ്. കണ്ണിൽ മണ്ണ് വാരിയിട്ട് പിടിച്ചോണ്ടിങ്ങ് പോരണം. തല്ലുകൊള്ളാനുള്ള വഴി പറഞ്ഞു കൊടുത്തോ. തല്ലൊന്നും കൊള്ളൂല്ല. പിടിച്ചോണ്ട് വന്നു ഒരു രാത്രി കഴിഞ്ഞാ പിന്നെ പെണ്ണ് എവിടെ പോവാനാ? എന്താ സാറേ എന്റെ മോളുടെ പേരിലുള്ള കേസ്? അത് നിന്നോട് പറയണോ? അതെ, സംസാരിക്കുന്നത് കുറച്ചുകൂടി മാന്യമായിട്ടായിരിക്കണം. നിങ്ങളെ സാർ എന്നാ വിളിച്ചത്. തിരിച്ചങ്ങനെ വിളിച്ചില്ലെങ്കിലും പേരെങ്കിലും വിളിക്കാനുള്ള മാന്യത ഉണ്ടാവണം. എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ? അറിയില്ലെങ്കിൽ ഏത് പൗരനെയും നിയമം എന്താണെന്ന് അറിയിച്ചു കൊടുക്കും. ഇവർ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. എന്താ അംബികയുടെ പേരിലുള്ള ചാർജ്? സംശയാസ്പദമായ സാഹചര്യത്തിൽ കുറ്റവാളിയെ ഒളിപ്പിച്ചു എന്ന് പോലീസ് സംശയിക്കുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് കേസ് ഷീറ്റ് കണ്ട് ബോധ്യപ്പെടണം. ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തതാ. അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം. അവളെ ഇങ്ങ് വിളിക്ക്. സർ, നിങ്ങളൊന്നും ഇവർക്കൊക്കെ വേണ്ടി വക്കാലത്തിന് വരരുത്. ഒക്കെ ഫ്രോഡ് കേസുകളാ. മോളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ തെറ്റ് സാറേ നിങ്ങൾക്ക്. ഇപ്പൊ പറഞ്ഞത് കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ ഈ കാക്കയേക്കാൾ ബലം എന്റെ കൈ കാണിച്ചേനെ. നീ എന്ത് ചെയ്യുന്ന? എന്തും പറയുന്നത് ഈ നിൽക്കുന്ന സുമിത്രയല്ല, പഴയ സഖാവ് സുമിത്രക്കുട്ടി. നിങ്ങള് മർദ്ദിച്ചോളെ. ആ, 1-2 കൊടുത്തു. അല്ലാതെ പാലും പഴവും പായസവും ഒക്കെ കൊടുത്താ സത്യം പറയൂ. 3-ാം മുറയുടെ കാലമൊക്കെ പോയി സാറേ. ഇവളെ കൊണ്ടൊരു കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ചിട്ട് ഞാനൊരു പണിയങ്ങ് പണിയട്ടെ ഈ കാക്കിയില്. ദേഹത്തെ കൈവച്ചു അല്ലേ സാറേ? നന്നായി. അതുകൊണ്ട് ഈ മുഖം ഒരിക്കലും ഞാൻ മറക്കില്ല, മരിച്ചാലും.